ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചാജുവിനെ ഋതികയെ ഉപദ്രവിക്കാൻ ഒരു അവസരം കിട്ടിയ അത് നമ്മൾ പാഴാക്കാനും പോകുന്നില്ല. എന്തോ വലുത് സംഭവിക്കാൻ പോവാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് മോനെ. നിങ്ങൾ പോണോ? ഋതിക മാഡത്തിന്റെ കാലില് കുഴമ്പ് തെച്ചു പിടിപ്പിക്കാൻ 3 ആളിന്റെ ആവശ്യമില്ല. നീ വാടി. മാഡം, ചൂടുണ്ടവേ? മാഡം, കാല് അധികം അനക്കണ്ട, അല്ലെങ്കിൽ നാളെ കാലിലെ നല്ല നീര് വെക്കും. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് നടക്കാൻ പറ്റില്ല. സാരല്ല, രാജു എന്നെ നോക്കൂലോ. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ശേഖരേട്ടാ, ശേഖരേട്ടാ, എന്താ അമ്മനി? ശേഖരേട്ടാ, ചായ. എന്ത് പറ്റി ശേഖരേട്ടാ? ഞാൻ രാജുവിന്റെ ഋതികയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ ഇപ്പൊ ചെയ്യുന്നേ? എന്നാലും രണ്ടുപേരും വല്ലാത്തൊരു ചതിയാണല്ലോ നമ്മളോട് ചെയ്തത്. ശരിക്കും രാജുവും ഋതികയും കല്യാണമൊക്കെ കഴിച്ച് ഋതികയുടെ ജീവിതം നന്നാവും, ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പോയല്ലോ യാമിനി. അതെ ശേഖരേട്ടാ, എന്തു പറയാനാ? ഇവരിതൊക്കെ നമ്മളോട് മുൻപേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ. എങ്ങനെ പറയാനാ? അവർ രണ്ടുപേരും മനസ്സിലെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദീപകനെ വിവാഹം കഴിക്കാനുള്ള മടി കൊണ്ടായിരിക്കും ഋതികയും രാജുവും ഇങ്ങനൊരു ഡ്രാമ ചെയ്തത്. എനിക്കങ്ങനെ തോന്നില്ല ശേഖരേട്ടാ. ഋതികയ്ക്ക് രാജുവിനോട് ഇഷ്ടമുണ്ട്. ഋതുവിന്റെ പല സംസാരത്തിലും പെരുമാറ്റത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടുമുണ്ട്. പക്ഷെ യാമിനി, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് ശേഖരേട്ടൻ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. ഇവരുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും യാമിനി? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അംബികച്ചും ദീപക്കും അവരുടെ പിന്നാലെ കൂടിയിരിക്കുക. നമുക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം. അവരോട് നേരിട്ട് സംസാരിച്ചു നോക്കിയാലോ? അത് വേണ്ട ശേഖരേട്ടാ, ഇപ്പൊ ചാടിക്കയറി ഒന്നും ചോദിക്കണ്ട. പിന്നെ ശേഖരേട്ടനും കൂടെ ഇത് അറിഞ്ഞോന്നറിഞ്ഞാ അവർക്ക് പേടിയാവും. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ആലോചിച്ച് ഒരു വഴി കണ്ടെത്താം. ശേഖരേട്ടൻ ചായ കുടിക്കേ. എന്താ അമ്മേ, അമ്മയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? പ്രതാപൻ തിരിച്ചു വരുന്നതുവരെ നമ്മളായിട്ട് ഒരു ഭൂകമ്പം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ചാജുവിനെ ഋതികയെ ഉപദ്രവിക്കാൻ ഒരു അവസരം കിട്ടിയ അത് നമ്മൾ പാഴാക്കാനും പോകുന്നില്ല. എന്തോ വലുത് സംഭവിക്കാൻ പോവാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് മോനെ. എന്താ അമ്മേ? നീ പേടിക്കണ്ടടാ, നമുക്ക് എതിരായല്ല,
നമുക്ക് അനുകൂലമായി എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഹോ, ആശ്വാസം. ഹലോ, പറയൂ രമ്യ. ആ അംബിക മാഡം, രാവിലെ തന്നെ ഞാൻ രാജുവിന്റെ വീടിന്റെ പരിസരത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാ. ഗുഡ്. നീ അവിടെ തന്നെ ഉണ്ടാവണം. നമുക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലും സംഭവിച്ച അപ്പ തന്നെ അതെന്നെ അറിയിക്കണം. ആ ശരി മാഡം. ചേച്ചി, ചായ. ആ, നീ എനിക്ക് ചായ കൊണ്ടുതരാൻ വന്നതാണോ അതോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വന്നതാണോ? അല്ല ചേച്ചി, ഞാൻ ചേച്ചിയെ ഹാളിലും കിച്ചണിലൊന്നും കണ്ടില്ല. സാധാരണ ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട്. ചായ ഇങ്ങിതാ, ചൂട് കളയണ്ട. യാമിനി, പ്രതാപൻ നിന്നെ തിരിച്ചു വിളിക്കാന്നല്ലേ മെസ്സേജ് ചെയ്തേ? അതെ. അപ്പൊ എങ്ങനെയാ? പ്രതാപൻ വിളിക്കുമ്പോ എല്ലാം തുറന്നു പറയൂല്ലേ? എന്താ പറഞ്ഞേ? അംബിക ചേച്ചി അത് വിട്ടിട്ടില്ല. പ്രതാപേട്ടൻ കോൾ ചെയ്യുമ്പോ എല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം. ധൈര്യമായിട്ടിരിക്കുക. അമ്മ, ഇതെവിടെ വെക്കണ്ടേ? അത് പൂജാമുറിയിൽ വെക്കണം, കഴുകി തുടയ്ക്കണം. ആ പിന്നെ കുറച്ച് തെറ്റിപ്പൂ കൂടെ പറിക്കണം. പൂവ് രാവിലെ അച്ഛൻ വാങ്ങിയതാണല്ലോ. ഈ അതില് തെറ്റിപ്പൂവൊന്നും ഇല്ല. നീ പോയി കുറച്ച് പൂ പറിച്ചോണ്ട് വാ. ആ അല്ലെങ്കിൽ വേണ്ട, നീയേ കുറച്ച് തേങ്ങ തിരികെ വെക്ക്. തെറ്റിപ്പൂ ഞാൻ തന്നെ പറിക്കാം. അവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്ക. അതിന്റെ ഇടയിൽ വല്ല ഇഴജന്തുക്കളും കയറി കിടക്കും. അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ നിന്റെ അച്ഛനോട് പറഞ്ഞ കേക്കില്ല. ആണുങ്ങളുടെ പണി കൂടി ഞാൻ എടുക്കണം. നീ ചെല്ല്.